കബീറും ആര്യനും തന്റെ കൂട്ടുകാരൻ മേഘത്തോടൊപ്പം ഗംഗാപൂരിലേക്ക് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരുടെയും അച്ഛൻ അവരോട് മോൺസ്റ്റർ മേഘത്തിനെ കുറിച്ച് പറഞ്ഞു. കാലസുണ്ടെന്ന പേരിൽ ഒരു കാറ്റ് മന്ത്രവാദി ഉണ്ട്. അവൻ ആകാശത്ത് ജീവിച്ചു വന്നു. അവൻ അവൻ്റെ കാറ്റ് ശക്തി വെച്ചിട്ട് ഭംഗിയുള്ള മേഘങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഗ്രാമങ്ങളിൽ മഴ പൊഴിയാൻ വെച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾ ആ മേഘങ്ങളെ അഭിനന്ദിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ കാലസുണ്ട് ആ വിഷയം ആലോചിച്ച് വളരെ സന്തോഷിച്ചു. പക്ഷേ ഒരു ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ അവൻ്റെ മുഖ്യമായ മേഘത്തിനെ കളിയാക്കിയിട്ടുണ്ട്. അതിനെ അവൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കാലസുണ്ട് വിഷമത്തിലായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവൻ്റെ കാര്യത്തിന് മര്യാദ തന്നില്ലാന്ന് വിചാരിച്ചു. അവൻ ദേഷ്യപ്പെട്ടു. അതിനുശേഷം അവൻ അവൻ്റെ മായശക്തികൾ വിട്ടു. അവൻ്റെ ദേഷ്യം ഒരു കറുത്ത മേഘമായി രൂപീകരിക്കപ്പെട്ടു. അപ്പോഴവൻ നിർണയിച്ചു അവൻ്റെ മഴയെ തന്ന് ഗ്രാമത്തിനെ കഷ്ടപ്പെടുത്തണമെന്ന്. അതായത് ഗംഗാപൂരിൽ എവരും സന്തോഷമായിരിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ കാലസുണ്ട് ഒരു മോൺസ്റ്റർ മേഘമായി മാറി. അതുകൊണ്ടാണ് അവൻ ഗ്രാമത്തിനെ പകവീട്ടണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അതെ, എത്ര ദിവസമായി ഇങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഒളിച്ചു താമസിക്കുക? ഇത് നോക്കുമോനെ, ഞങ്ങൾ വളരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ മോൺസ്റ്ററിനെ തടയാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ആ മോൺസ്റ്റർ മേഘത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫ്രണ്ട് മേഘത്തിനെ കൂടെ പോയേക്ക്. ഞങ്ങൾക്കിങ്ങനെ ഗ്രാമത്തിന് വിട്ടു പോകാൻ സാധിക്കില്ല. ആ മോൺസ്റ്റർ മേഘത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം. അവനെ തടയാനായിട്ട് ഒറ്റൊരു വഴി തന്നെ ഉണ്ട്. പറയൂ, എന്താ വഴി? ആ കാലസുണ്ട് അവൻ സൃഷ്ടിച്ച കറുത്ത മേഘങ്ങളോടൊപ്പം ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഗ്രാമത്തിൽ ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ പേടിച്ച് വീട്ടിനകത്ത് തന്നെ ഉള്ളത്. അപ്പോഴാണ് ഗ്രാമത്തിൻ്റെ പഴയ കുകയിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ടെങ്കിൽ ആ കാലസുണ്ടിനെ പറ്റിയ വിഷയങ്ങൾ അറിയാം. എന്നാൽ പുറപ്പെടൂ, നമുക്ക് അവിടേക്ക് പോകാം. ആര്യനും കബീറും കാൽസൂൺ മേഘത്തിനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കാനായി ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. ആ ഗുഹയുടെ അകത്തേക്ക് പോകാൻ വല്ലാതെ പേടിയാകുന്നു. അതെ, ഒരുപക്ഷെ കാൽസൂൺ അതിനകത്ത് ഇരിക്കുകയാണെങ്കിലോ? നിങ്ങളോടൊപ്പം ഞാനുണ്ടല്ലോ, നിങ്ങൾ പേടിക്കണ്ട. ആര്യനും കബീറും മേഘവും ഗുഹയുടെ അകത്തേക്ക് ചെന്നു. അവർ നോക്കിയപ്പോൾ അകത്തുനിന്നും ഒരു പ്രകാശം കാണാൻ സാധിച്ചു. അവരും ആ പ്രകാശത്തിനെ നോക്കി ചെന്നു. ഒരുപാട് ദൂരം അകത്തേക്ക് ചെന്നതിന് ശേഷം കുഞ്ഞു ദേവതയായ ചന്ദ്രികയെ കണ്ടു. അവൾക്ക് തിളങ്ങുന്ന ചിറകുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഗംഗാപൂർ ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത്. ഞങ്ങൾക്ക് കാൽസുൺ മേഘത്തിനെ കുറിച്ചുള്ള രഹസ്യം അറിയണം. എനിക്ക് അവനെ കുറിച്ചുള്ള ഒരു രഹസ്യവും അറിയില്ല. എന്ന് വെച്ചാൽ ആ കാലസുണ്ട് ഗ്രാമത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഈ കുകയിൽ നിന്നും വെളിച്ചം എങ്ങനെയാ വരുന്നുണ്ട്? അത് ഞാൻ എന്റെ മന്ത്രം ഉപയോഗിച്ച് അവനെ തടയാൻ ശ്രമിച്ചതാണ്. ഗംഗാപൂർ ജനങ്ങളെ രക്ഷിക്കാനായി ശ്രമിച്ചതാണ്. പക്ഷെ അവൻ വളരെ ബലശാലിയാണ്. അവരുടെ കയ്യിൽ നിന്നും ഗംഗാപൂർ ജനങ്ങളെ എനിക്ക് രക്ഷിക്കാനായില്ല. ഇത് കേട്ടിട്ട് കബീറും ആര്യനും ഒരുപാട് വിഷമിച്ചു. അങ്ങനെ കാൽസൂൺ മേഘത്തിനെ തടയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ പ്ലീസ് ഞങ്ങളോട് പറയണേ. ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമം നശിപ്പിച്ചു കളയും. നിങ്ങൾക്ക് കാൽസൂൺ മേഘത്തിനെ കുറിച്ചുള്ള രഹസ്യം കാട്ട്റാമിനെ കൊണ്ടേ പറയാൻ സാധിക്കൂ. ആ കാട്ട്റാം ആരാണ്? കാട്ട്റാം ഒരു മന്ത്രവാദി. അദ്ദേഹം കാൽസൂണിന്റെ ചേട്ടനാണ്. ആദ്യം 2 സഹോദരന്മാരും മനുഷ്യരുടെ നല്ലതിനായി തന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ഇപ്പോൾ കാൽസൂൺ മോൺസ്റ്ററായി മാറി. പക്ഷേ കാട്ടൂറാം ഇപ്പോഴും ജനങ്ങളെ സഹായിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കാട്ട്റാമിന്റെ അടുത്താണ് പോകേണ്ടത്. അദ്ദേഹമാണ് എന്തെങ്കിലും പറയണം. കാട്ട്റാമിനെ എവിടെ ചെന്നാൽ കാണാം? അദ്ദേഹം തന്റെ ഗ്രാമമായ മായ നഗരത്തിൽ ഇരിക്കുകയാണ്. ദേവത അവർക്ക് കാട്ട്റാമിന്റെ അഡ്രസ് നൽകി. കബീർ, ആര്യൻ പിന്നെ മേഘം കാട്ട്റാമിന്റെ ഗ്രാമത്തിലേക്ക് ചെന്നു. കബീറും ആര്യനും തന്റെ കൂട്ടുകാരൻ മേഘത്തോടൊപ്പം മാന്ത്രിക നഗരത്തിലേക്ക് ചെന്നു. അവിടെ അവർ 3 പേരും കണ്ടു. മാന്ത്രിക ചിറകുകളുള്ള മൃഗം കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നു. നിങ്ങളിത് കണ്ടോ? ഇവിടെ പൂച്ചകൾക്കും ചിറകുകളുണ്ട്. അവരും പറക്കുന്നു. അതെ, അങ്ങോട്ട് നോക്ക്, ഇവിടെ വീടുകളും പറക്കുന്നു. കബീറും ആര്യനും മാന്ത്രിക നഗരം കണ്ട് ഒരുപാട് അതിശയിച്ചു. അവരവിടെ എന്തു കാണുന്നെന്നാൽ ഒരു മനുഷ്യൻ തന്റെ മാന്ത്രികത ഉപയോഗിച്ച് പൂച്ചയായി മാറുന്നു. ഈ മാന്ത്രിക നഗരം വളരെ അതിശയിപ്പിക്കുന്നതാണ്. കാട്ട്റാമിന്റെ വീട് തേടുന്നതിന് പകരം ഇവിടെ ചുറ്റി നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പിന്നെ വന്ന് ചുറ്റി നോക്കാം. ആദ്യം ചെന്ന് കാട്ട്റാമിന്റെ വീട് തേടണം. മാന്ത്രിക നഗരത്തിലുള്ള എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. ആര്യൻ, കബീർ പിന്നെ മേഘം ആകെ കുഴഞ്ഞുപോയി. അതായത് കാട്ടുരാമന്റെ വീട് ഏതാണെന്ന്. അപ്പോഴാണ് ഒരാൾ മരത്തിനടിയിൽ ഇരിക്കുന്നത് കണ്ടത്. മുത്തച്ഛ, ഈ അഡ്രസ് എവിടെയാണെന്ന് പറയൂ.
മുത്തച്ഛൻ ആര്യന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി അതിൽ അഡ്രസ് എഴുതിയിരുന്നു. കുട്ടികളെ, നിങ്ങൾ ഇവിടെയാണോ പോകേണ്ടത്? അതെ മുത്തച്ഛ. ഇവിടെ നിന്ന് 10 അടി ദൂരം പോയാൽ അവിടെ ഒരു കിണർ കാണും. അവിടെ നിന്ന് വലതുപക്കം പോകണം. അവിടെ നിന്ന് കുറച്ച് ദൂരം പോയതിനു ശേഷം ഒരു സ്കൂൾ കാണും. അവിടെ നിന്ന് ഇടതുവശത്ത് പോകണം. അവിടെ നിന്ന് കുറച്ച് ദൂരം പോയതും ഒരു കുളം കാണും. അവിടെ നിന്ന് വലതുവശത്ത് പോകണം. അതിനുശേഷം ഒരു വീട് കാണും. എന്ന് വെച്ചാൽ ആ വീടാണോ കാട്ടുരാമന്റേത്? ഇല്ല, അത് എൻ്റെ വീടാണ്. ചെന്ന് എന്റെ കണ്ണട കൊണ്ടുവരൂ. അതിനുശേഷം ഞാൻ അഡ്രസ് കണ്ടു പറയുന്നു. ആര്യൻ, കബീർ പിന്നെ മേഘം ആ വയസ്സായ മുത്തച്ഛന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിന്നും കണ്ണാടി എടുത്തുകൊണ്ട് വന്നു. ആ വയസ്സായ ആൾ അഡ്രസ് വായിച്ചു. ഷെടാ, ഇത് എൻ്റെ വീട്ടിലെ അഡ്രസ്സാണ്. എന്ത്? നിങ്ങൾ ആരെയാണോ കാണേണ്ടത്? ഞങ്ങൾ മന്ത്രവാദി കാട്ടുരാമനെ കാണണം. ആ മന്ത്രവാദി കാട്ടുറാം ഞാനാണ്. പറയൂ, എന്താണ് കാര്യം? മുത്തച്ഛ, ഞങ്ങൾ ഗംഗാപൂർ ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതെ മുത്തച്ഛ, ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ അനിയൻ കാൽസൂൺ ഉണ്ടല്ലോ, അവൻ മോൺസ്റ്ററിന്റെ രൂപത്തിൽ മാറിയിരിക്കുകയാണ്. എപ്പോഴും അദ്ദേഹം ഗംഗാപൂർ ഗ്രാമത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വലിയ മഴയായി പെയ്യുന്നു. അത് കാരണം ഗ്രാമം മുഴുവൻ മൂழ்കിപ്പോകുന്നു. അതിനെന്തെങ്കിലും വഴി പറയും മുത്തച്ഛ. ഇതെല്ലാം നിങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ ചെയ്ത കാര്യത്തിന്റെ ഫലമാണ്. ആദ്യം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഗംഗാപൂരിന്റെ നന്മയ്ക്ക് വേണ്ടി പണി ചെയ്തു. എപ്പോഴൊക്കെ നിങ്ങളുടെ ഗ്രാമത്തിലെ മക്കൾക്ക് ആവശ്യം വന്നോ, ഞങ്ങൾ ഞങ്ങളുടെ മന്ത്രം ഉപയോഗിച്ച് മഴ വർദ്ധിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ ഞങ്ങളുടെ മന്ത്രത്തിനെ കളിയാക്കി. പക്ഷേ മുത്തച്ഛ, ഒരാൾ ചെയ്ത തെറ്റിന് വേണ്ടി എന്തിനു ഒരു ഗ്രാമം മുഴുവൻ ശിക്ഷ അനുഭവിക്കണം? ഞാൻ എൻ്റെ സഹോദരൻ കാളസുണ്ടിൻ്റെ അടുത്ത് ഒരു ചിലർ ചെയ്ത തെറ്റിനെ എന്തിനാ മൊത്ത ഗ്രാമത്തിനെ ശിക്ഷിക്കണമെന്ന് കേട്ടു. പക്ഷേ അവൻ ഞാൻ പറയുന്നത് കേട്ടേ ഇല്ല. അവൻ ഒരു മോൺസ്റ്ററായി മാറി. ഇതിന് നിങ്ങൾ ഒരു വഴിയും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ഗംഗാപൂർ ഗ്രാമം ഇരുന്നതിന് അടയാളമില്ലാതായി പോകും. ഇരിക്കൂ, ഞാൻ ഒരു വഴി പറയുന്നു. കാട്ടുരാമൻ എന്തോ ഒരു മന്ത്രം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 വില്ല് 2 അമ്പുകളും വന്നു. കാട്ടുരാമൻ ആ വില്ലും അമ്പും ആര്യനും കബീറിനും നൽകി. ഈ വില്ലനെയും അമ്പിനെയും രണ്ടുപേരും സൂക്ഷിച്ചു വെക്കണം. എപ്പോഴാണ് ആ മോൺസ്റ്റർ മേഘങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് മുകളിൽ വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ അമ്പ് വിടണം. അതുകൊണ്ട് അവൻ്റെ മൊത്ത വെള്ളവും മാഞ്ഞു പോവും. അതിനുശേഷം നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ മോൺസ്റ്റർ മേഘത്തിൻ്റെ അടുത്ത് നിരന്തര വിടുതലയും കിട്ടും. പക്ഷേ ആ മോൺസ്റ്റർ മേഘം വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. എന്നെ കൊണ്ടും അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവനെ അമ്പ് കൊണ്ട് താക്കാനാ? ഞാൻ നിങ്ങൾക്ക് ചില മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിറകുകൾ വരും. പിന്നെ നിങ്ങളെ കൊണ്ടും മോൺസ്റ്റർ മേഘത്തിനെ പോലെ വേഗമായിട്ട് പോകാൻ പറ്റും. കാറ്റിൻ്റെ വേഗത്തിൽ ഒളിയുടെ വേഗം, സൂര്യത്തിൻ്റെ മായം, ഇറകുകൾ വരട്ടെ. മേഘം ആ മന്ത്രങ്ങൾ പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് ചിറകുകൾ വന്നു. ഷെടാ, കബീർ, രണ്ടുപേരും എൻ്റെ മുകളിലേക്ക് വരൂ. ആ മോൺസ്റ്റർ മേഘത്തിനെ പാഠം പഠിപ്പിക്കാൻ പോകാം. ആര്യനും കബീറും മേഘത്തിന്റെ മുകളിൽ കയറി. മേഘം കാറ്റത്ത് പറന്നു. ആര്യന്റെയും കബീറിന്റെയും കൈകളിൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. മോൺസ്റ്റർ മേഘം അവരെ കണ്ടതും ഓടാൻ തുടങ്ങി. ഈ പ്രാവശ്യം എന്നെ കൊണ്ട് തപ്പിക്കാൻ സാധിച്ചിട്ടില്ല കാളസുണ്ട്. മോൺസ്റ്റർ മേഘം അവരുടെ മേലിൽ മിന്നൽ പായിച്ചു. ഉടനെ മേഘം തന്റെ ചിറകുപയോഗിച്ച് മുകളിലോട്ട് പറന്നു ചെന്ന് കബീറിനെയും ആര്യനെയും രക്ഷിച്ചു. കബീറും ആര്യനും നോക്കി. അതായത് മോൺസ്റ്റർ മേഘം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. രണ്ടുപേരും അമ്പെയ്തു. ആ അമ്പിൽ നിന്നും തീ വന്നു. അതുകൊണ്ട് മോൺസ്റ്റർ മേഘത്തിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിപ്പോയി. കറുത്ത മോൺസ്റ്റർ മേഘം വെളുത്തതായി മാറി. പിന്നെ പുകയായി മാറി പറക്കാൻ തുടങ്ങി. കബീറും ആര്യനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നന്ദി കൂട്ടുകാരാ. എന്തിനാ താങ്ക് യു ഒക്കെ പറയുന്നത്? നിങ്ങളില്ലെങ്കിൽ മോൺസ്റ്റർ മേഘത്തിൽ നിന്നും ഞങ്ങളുടെ ഗ്രാമത്തിനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ശരി, വരൂ, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവാം. ആര്യനും കബീറും തങ്ങളുടെ കൂട്ടുകാരൻ മേഘത്തോടൊപ്പം ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെ വെയിലടിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ ജനങ്ങൾ ആ വെയിൽ കണ്ടു. മോൺസ്റ്റർ മേഘത്തിന്റെ നിഴൽ ഇപ്പോൾ ആ ഗ്രാമത്തിൽ നിന്നും മാറി. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സന്തോഷമായി. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.